ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അത്തി സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ തൈര് മുഖത്ത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്. തൈര് ദിവസവും ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും മുഖം നിറം വയ്ക്കാനും പിഗ്മെൻറ്റേഷൻ കുറച്ച് മുഖം നല്ല രീതിയിൽ തിളങ്ങാനുമെല്ലാം തൈര് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കണ്ട. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. തൈരിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടൻ്റാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് റിച്ചായ തൈര് നമ്മുടെ ചർമ്മത്തിന് തിളക്കം നൽകാനും തൈരിൻ്റെ വളരെ സോഫ്റ്റായ എക്സ്ഫോളിയേറ്റിംഗ് ബ്ലീച്ചിൻ്റെ ഗുണങ്ങൾ കാരണം നിറം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മുഖത്തുണ്ടാവുന്ന പാടുകൾ കുറയ്ക്കുവാനും ഒരു നാച്ചുറലി സൊല്യൂഷനാണ്. തൈരിലെ ലാക്റ്റിക് ആസിഡ് എന്ന ആൽഫ ഹൈഡ്രോക്സിക് ആസിഡ് അഥവാ AHA ഇത് നമ്മുടെ ചർമ്മത്തിനെ നല്ല രീതിയിൽ മൃദുവായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു. അതിലൂടെ ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യുകയും അതുപോലെ AHA ഒരു ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയും കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ, അൺഈവൻ സ്കിൻ ടോണ് ഇവയെല്ലാം റെഡ്യൂസ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. തൈര് ജലാംശത്തിൻ്റെ നല്ലൊരു ഉറവിടമാണ്. ഇത് ചർമ്മം നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുകയും നിറം വർദ്ധിപ്പിക്കുകയും സ്കിന്ന് ഡ്രൈ ആവുന്നതും പൊട്ടി അടർന്ന് മാറുന്നതിൽ നിന്നെല്ലാം സംരക്ഷിക്കുകയും ചെയ്യുന്നു. തൈരിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഇറിറ്റേറ്റഡ് ആയ സ്കിന്നിനെ ശമിപ്പിക്കുവാനും വീക്കം കുറയ്ക്കുവാനും മുഖക്കുരു പൊട്ടുന്നത് തടയുവാനും സഹായിക്കുന്നു. തൈരിൻ്റെ നിത്യേനുള്ള ഉപയോഗം മെലാനിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. മെലാനിൻ ഉൽപ്പാദനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടൈറോസിനേസ് എന്ന എൻസൈമിനെ തടയാനായിട്ട് ലാക്റ്റിക് ആസിഡിന് കഴിയും. ഇത് കറുത്ത പാടുകൾ കുറയ്ക്കുന്നതിനും ചർമ്മത്തിൻ്റെ നിറം തുല്യമാക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ D എന്നിവയുടെ നല്ലൊരു സോഴ്സാണ് തൈര്. ഇത് ചർമ്മത്തിൻ്റെ നിറം മാത്രമല്ല ആരോഗ്യവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നു. തൈര് ദിവസവും മുഖത്ത് പുരട്ടാവുന്നതാണ്. നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റിംഗ് ഗുണങ്ങൾ കാരണം ദിവസവും തൈര് മുഖത്ത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വരണ്ട ചർമ്മമുള്ളവർക്ക് സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കുവാനും സോഫ്റ്റ് ആക്കുവാനും തൈര് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. ആൻറ്റി ഏജിങ്ങിനും തൈര് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇത് ഇലാസ്തികം മെച്ചപ്പെടുത്തി വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കുവാനും മുഖത്തുണ്ടാവുന്ന ചുളിവുകളും വരകളും എല്ലാം കുറയ്ക്കുവാനായിട്ടും ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷനാണ്. അതുപോലെ തൈര് വളരെയേറെ ഗുണങ്ങൾ ചെയ്യുമെങ്കിലും ഉപയോഗശേഷം പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു SPF ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം തൈര് ചർമ്മത്തിന് സൂര്യനോട് ചേർന്ന് കൂടുതൽ സെൻസിറ്റീവ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ചില ആളുകൾക്ക് ഡയറി പ്രൊഡക്ട്സിനോട് അലർജി ഉണ്ടാവാം. അവരെല്ലാം സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ എണ്ണമയമുള്ള ചർമ്മത്തിന് അമിതമായിട്ട് തൈര് ഉപയോഗിക്കുന്നത് ചർമ്മത്തിലെ സുഷിരങ്ങൾ പൊട്ടുന്നതിനോ അടയുന്നതിനോ എല്ലാം കാരണമായിരിക്കും. സോ ഓയിലി സ്കിന്നുള്ളവർ വളരെ കെയർഫുള്ളായിട്ട് വേണം തൈര് യൂസ് ചെയ്യാനായിട്ട്. അടുത്തതായി മുഖ സൗന്ദര്യത്തിന് എങ്ങനെയെല്ലാം തൈര് ഉപയോഗിക്കാമെന്ന് നോക്കാം. നമ്പർ 1, തൈരും തേനും ചേർന്ന ഫേസ് മാസ്ക്. 2 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 1 ടീസ്പൂൺ ഹണി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഫേസ് മാസ്കാണ്. തേനിന് ചർമ്മത്തിൽ ജലാംശം നിലനിർത്തുവാനും മറ്റ് ഔഷധ ഗുണങ്ങളും ഒരുപാടുണ്ട്. ഇത് തൈരിനോടൊപ്പം ചേരുമ്പോൾ നല്ല രീതിയിൽ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിന് ഇത് വളരെ നല്ലൊരു ഫേസ് മാസ്കാണ്. നമ്പർ 2, തൈരും കടലമാവും. ഈ ഫേസ് പാക്ക് നോർമൽ ടു ഓയിലി സ്കിന്നുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ചേർത്ത് നല്ല രീതിയിൽ കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നിർജീവ ചർമ്മത്തെ പുറന്തള്ളുവാനും ചർമ്മത്തെ ശുദ്ധീകരിക്കുവാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്പർ 3, തൈരും മഞ്ഞളും. ഇത് ചർമ്മം ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം ഈ ഫേസ് പാക്ക് നിങ്ങളുടെ മുഖം ആരോഗ്യവും തിളക്കവുമുള്ളതാക്കുന്നു. 2 ടേബിൾ സ്പൂൺ തൈരിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ മുഖം ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമ്പർ 4, തൈരും നാരങ്ങാനീരും. ചർമ്മത്തിന് തിളക്കം നൽകുവാനും നിറം മെച്ചപ്പെടുത്തുവാനും ഈ ഫേസ് മാസ്ക് സഹായിക്കുന്നു. നോർമൽ ടു ഓയിലി സ്കിന്നുള്ളവർക്ക് വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. 2 ടീസ്പൂൺ തൈരിലേക്ക് 1 ടീസ്പൂൺ ഫ്രഷ് നാരങ്ങയുടെ നീര് തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് എടുത്തിട്ട് മാത്രം തൈരുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമ്പർ 5, തൈരും ഓട്സും. ഓട്സ് ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്.
ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട്. ഇത് തൈരുമായി യോജിച്ച് ബ്ലാക്ക് ഹെഡ്സ്, പിമ്പിൾസ് ഇവയെല്ലാം നീക്കം ചെയ്യാനും അതുപോലെ ചർമ്മം നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. 2 ടീസ്പൂൺ തൈരിലേക്ക് 1 ടീസ്പൂൺ അരച്ചെടുത്ത ഓട്സ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് ഇത് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അത് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമ്പർ 6, തൈരും തക്കാളി നീരും. ഇത് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ്. തൈരും തക്കാളി നീരും നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. കരിവാളിപ്പ് കുറയ്ക്കുവാനും സ്കിന്നിലെ സുഷിരങ്ങൾ സ്ട്രോങ് ആക്കുവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നമ്പർ 7, തൈരും ഉരുളക്കിഴങ്ങും. ഓൾ സ്കിൻ ടൈപ്പിന് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നിറവ്യത്യാസം മാറുവാനും വെയിലേറ്റ് കരിവാളിപ്പ് കുറയ്ക്കുവാനും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമ്പർ 8, തൈരും വെള്ളരിക്കയും. ഓൾ സ്കിൻ ടൈപ്പിന് ഇതും ഉപയോഗിക്കാവുന്നതാണ്. വെള്ളരിക്കയുടെ നീരെടുത്ത് തൈരിൽ ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഉണങ്ങുമ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇത് സ്കിന്നെ ശാന്തമാക്കുവാനും ടാന് നീക്കം ചെയ്യാനും വളരെ നല്ലതാണ്. നമ്പർ 9, തൈരും ഓറഞ്ച് പീലും. ഉണങ്ങിയ ഓറഞ്ച് തൊലിയുടെ പൊടിയും തൈരും ചേർത്ത് മുഖത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് തണുത്ത വെള്ളത്തിലും വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഓറഞ്ച് തൊലിക്ക് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ആൻറ്റി ഏജിനിങ് സവിശേഷതകളുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റായും ആൻറ്റി എൻസമാറ്റിക്കായും ഇത് പ്രവർത്തിക്കുന്നുമുണ്ട്. ഇത് യുവത്വം നിലനിർത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും തൈര് മാത്രമായിട്ട് നമ്മുടെ മുഖത്ത് നെറ്റിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ നല്ല റിസൾട്ട് നൽകുന്നതായിരിക്കും. തൈര് ഉപയോഗിച്ചുള്ള ഫേസ് പാക്കുകൾ ആഴ്ചയിൽ 2 to 3 ടൈംസ് മാത്രം ഉപയോഗിക്കാം. തൈര് മാത്രമായി നിത്യവും ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെയേറെ ഗുണം ചെയ്യും. രാത്രി തൈര് പുരട്ടുന്നത് ചിലർക്കെങ്കിലും ജലദോഷത്തിന് കാരണമായേക്കാം. അതിനാൽ പകൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ശരിക്കും നമ്മുടെ സ്കിന്നിനെ കറക്റ്റായ രീതിയിൽ സംരക്ഷിക്കുന്നത് നല്ല എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തൈര് തുടങ്ങിയവ കൊണ്ട് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കെയർ ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ എപ്പോഴും പതിവായൊരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുക, ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇഷ്ടമാവുന്നവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.